നമസ്കാരം. കരുവന്നൂരിൽ അടുത്ത അറസ്റ്റ് ആരുടേതാണ് എന്നാണ് ഇപ്പോൾ CPM കാത്തിരിക്കുന്നത്. കാരണം അറസ്റ്റ് ഉണ്ടാകുമെന്ന് അവർ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. അത്രയേറെ തെളിവുകൾ ഇഡിക്ക് കിട്ടിയിട്ടുണ്ട്. അവയെല്ലാം തന്നെ ശക്തമായതാണെന്ന് CPMന് അറിയാം. PK ബിജുവിനെ ഇക്കഴിഞ്ഞയിടയ്ക്ക് ED ചോദ്യം ചെയ്തിരുന്നു. ED നടപടിയൊന്നും എൻ്റെ മുൻപിൽ വിലപ്പോകില്ല എന്ന ആവേശത്തോടെ ഹാജരായ ബിജുവിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് ED ശേഖരിച്ചത്. ED തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടെ ബിജുവിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. ചോദ്യം ചെയ്യലിന് ഹാജരായ ബിജുവിൻ്റെ ജീവൻ തന്നെ ഇപ്പോൾ അപകടത്തിലുമാണ്. പലതും വിട്ടു പറഞ്ഞുപോയി ബിജു. ചോദ്യം ചെയ്യലിന് എല്ലാം സമ്മതിക്കേണ്ടി വന്ന ബിജുവിൻ്റെ അവസ്ഥ CPMന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിനോട് തിരഞ്ഞെടുപ്പ് കഴിയും വരെ EDക്ക് മുൻപിൽ ഹാജരാകേണ്ട എന്നാണ് പിണറായി നൽകിയ നിർദ്ദേശം. MM വർഗീസ് അതുകൊണ്ട് ഇന്നലെ ഹാജരായില്ല EDക്ക് മുൻപിൽ. തിരഞ്ഞെടുപ്പിന്റെ തിരക്ക് കാരണം പറഞ്ഞാണ് ഹാജരാകാതിരുന്നത്. പക്ഷേ വർഗീസിന്റെ ഈ നീക്കം EDയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ് ED. നാളെ തന്നെ ഹാജരാകണം എന്നതാണ് നിർദ്ദേശം. ഈ മാസം 26 വരെ ഹാജരാകാൻ കഴിയില്ലെന്ന വർഗീസിന്റെ മറുപടി തള്ളിയാണ് നാളെ തന്നെ ഹാജരാകാൻ സമൻസ് നൽകിയത്. ഏരിയ കമ്മിറ്റികളുടെ അടക്കം പാർട്ടികളുടെ വിവിധ കമ്മിറ്റികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ രേഖകൾ ഹാജരാക്കാൻ വർഗീസിന് ED നിർദ്ദേശവും നൽകിയിരുന്നു. കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകളിലൂടെ തട്ടിയെടുത്ത പണം ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് രേഖകൾ ഹാജരാക്കാൻ ED ആവശ്യപ്പെട്ടത്. കരുവന്നൂർ ബാങ്കിൽ മാത്രം CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. രഹസ്യ അക്കൗണ്ടുകൾ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിന്റെ അറിവോടെയാണെന്നും ED കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് വർഗീസ് ഹാജരായാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് പിണറായിക്കറിയാം. അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അത് ആദ്യം ബാധിക്കുക പിണറായിയെ തന്നെയാണ്. വർഗീസിനെ ED ശരിക്കൊന്ന് ചോദ്യം ചെയ്താൽ കരുവന്നൂർ തട്ടിപ്പിന്റെ സൂത്രധാരൻ ആരാണെന്ന് പുറത്താകുമെന്ന് പിണറായി വിജയൻ അറിയാം. പിണറായി വിജയന് ഈ തട്ടിപ്പിൽ യാതൊരു പങ്കുമില്ലെന്ന് വിശ്വസിക്കാൻ അന്തംകമ്മികളല്ലാതെ മറ്റാരും തയ്യാറാവില്ല. AC മൊയ്തീൻ സഹകരണ മന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ തട്ടിപ്പ് വ്യാപകമായി നടന്നത് എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ ഇത്ര വലിയൊരു തട്ടിപ്പ് പാർട്ടി നടത്തുന്ന ബാങ്കിൽ നടത്തണമെങ്കിൽ, അത് അനസ്യൂതം നടത്തിക്കൊണ്ടിരുന്നെങ്കിൽ അതിന് ഒരു സഹകരണ മന്ത്രി മാത്രം തീരുമാനമെടുത്താൽ പോരാ. ഇത്ര വലിയൊരു അഴിമതി നിർബാധം തുടരണമെങ്കിൽ അതിന് അതുക്കും മേലെ ഒരാൾ തന്നെ വേണം. ആ വ്യക്തി ആരെന്നത് പിണറായിയിലേക്കാണ് സാഹചര്യവും തെളിവുകളും വിരൽ ചൂണ്ടുന്നത്. കാരണം ഒറ്റ കാര്യം ചിന്തിച്ചാൽ മാത്രം മതി. MK കണ്ണൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുമ്പ് പിണറായിയെ കണ്ടതും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തയുടൻ മറ്റെല്ലാം മാറ്റിവെച്ച് കരുവന്നൂരിലെത്തി നേതാക്കളെ പിണറായി കണ്ടതും മാത്രം ചേർത്ത് വായിച്ചാൽ മതി ഇതിൽ പിണറായിക്കും പങ്കുണ്ടെന്ന് മനസ്സിലാക്കാൻ. മാത്രമല്ല ബിജു ചോദ്യം ചെയ്യലിനിടെ പറഞ്ഞിരുന്നു പിണറായി അറിഞ്ഞാണ് ഇതെല്ലാം ചെയ്തതെന്ന്. പാർട്ടി അറിഞ്ഞാണ് എന്നാണ് പറഞ്ഞത്. പാർട്ടി എന്നത് പിണറായിയാണെന്ന് ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ബിജുവിൽ നിന്ന് വേണ്ടപ്പെട്ടതെല്ലാം ED ശേഖരിച്ചിട്ടുണ്ട്. ബിജുവിനെ ഇനിയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. MM വർഗീസ് കൂടി ചോദ്യം ചെയ്യലിന് ഹാജരായി വർഗീസിൽ നിന്ന് വർഗീസ് ഹാജരാക്കേണ്ട തെളിവുകളിൽ നിന്ന് വേണ്ടപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന് പിണറായിക്ക് നന്നായിട്ടറിയാം. ഇതെല്ലാം നിരത്തിവെച്ച വർഗീസിനോട് ശരിക്കൊന്ന് ചോദ്യം ചെയ്താൽ വർഗീസും പലതും വിട്ടുപറയും. അത് മാസപ്പടി കേസിന് മുമ്പ് പിണറായിയുടെ അറസ്റ്റിനും വഴിവെക്കും. ഇതിപ്പോൾ മാസപ്പടി കേസിൽ മകൾ ആദ്യം അകത്താവുമോ, കരുവന്നൂർ കേസിൽ അച്ഛൻ ആദ്യം അകത്താകുമോ എന്നതാണ് ചോദ്യം CPMനെ സംബന്ധിച്ച്. എന്തായാലും ആരുടെ ആയാലും ഒരാളുടെ അറസ്റ്റ് ആദ്യം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇതിൽ ആരുടെ അറസ്റ്റ് ആദ്യം ഉണ്ടാകുമെന്നതിൽ മാത്രമേ ഒരു തർക്കമുള്ളൂ. രണ്ട് കേസിലും മാസപ്പടി കേസിൽ പിണറായിക്കും വീണയ്ക്കും ഒരുപോലെ പങ്കുണ്ട്. കരുവന്നൂരിൽ പിണറായി മാത്രമാണുള്ളത്. പിണറായി ഈ 2 കേസിലും കുടുങ്ങുമെന്ന് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് MM വർഗീസിനെയൊക്കെ പിണറായി എത്രയൊക്കെ തടഞ്ഞു വെച്ചാലും വർഗീസിനെ തടഞ്ഞു വെക്കുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ
ED വീട്ടിലെത്തി പൊക്കും. ഇനി ഒളിപ്പിച്ചു പാർക്കാൻ വല്ല നിങ്ങളുടെ കുന്നും ചെരുവുകൾ തിരഞ്ഞെടുത്താൽ ED അവിടെയെന്നല്ല എവിടെ ചെന്നും പൊക്കിയെടുത്തിരിക്കും. അത് കേജ്രിവാളിന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ പിണറായിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നന്ദി.